ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഫിദ മാഡത്തിന്റെ കൂട്ടുകാരിയേറ്റും ഒരു വാക്കുപോലും സംസാരിച്ചില്ലെന്ന് പരാതി പറഞ്ഞു രാധിക. ഭഗവാൻ രക്ഷിച്ചെന്ന് കരുതിയാൽ മതി. ഞാൻ കുറച്ചു ദൂരം അങ്ങോട്ടേക്ക് പോയി, പിന്നിങ്ങോട്ട് തിരിച്ചു വന്നു. എഴുതി മൂക്ക് പുഷ്പാഞ്ജലിയുടെ പ്രസാദം ചേർത്ത് കൊടുക്കണേ. അതൊക്കെ ഞാൻ ചെയ്തോളാം. ശ്യാമ പോയി വേഷം മാറ്റും. അമൃത മാഡം, ടോയ്ലറ്റില്ല. ഫിദ മാഡത്തിനെ കണ്ടിട്ട് വേണം എനിക്ക് ആ വേണി മാഡത്തിനെ കുറിച്ച് ചിലത് പറയാൻ. എന്തു പറയാൻ? അല്ല, അവര് സുഹൃത്തുക്കളല്ലേ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നോടൊന്നും മിണ്ട പോലും ചെയ്തില്ലല്ലോ. അല്ല, ഞാനത് ഫിദയോട് പറഞ്ഞു. വേണി മോളുമായിട്ട് സംസാരിക്കതില് ഫിദയ്ക്ക് നല്ല വിഷമമുണ്ട്. ആ മാഡം, ഫിദ മാഡം എന്നെ സ്വന്തം മോളായിട്ടാ കാണുന്നേ. വലിയ സ്നേഹാന്നൊക്കെ ഞാൻ വേണി മാഡത്തിനോട് പറഞ്ഞു. ഒരു വാക്ക് പോലും എന്നോട് മിണ്ടിയില്ല. അവൾ അങ്ങനെ മോളെ അധികം സംസാരിക്കാറൊന്നുമില്ല. അധികം സംസാരിക്കില്ല, എന്നാലും കൂട്ടുകാരിയുടെ മോളോടൊന്നും മിണ്ടാലോ. പോട്ടെ മോളെ. അമ്പലത്തിലെ പ്രസാദമുണ്ട്, ഞാൻ ഇട്ട് തരട്ടെ. ഇതാ വേണി മാഡത്തിന് വേണ്ടി കഴിപ്പിച്ച പുഷ്പാഞ്ജലിയുടെ പ്രസാദല്ലേ, എനിക്ക് വേണം. അങ്ങനെയൊന്നും പറയില്ല മോളെ. മൂക്കൊരു അപകടം വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം കഴിപ്പിച്ചതാ. എന്റെ മോൾക്കൊരാപത്ത് വന്നാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? നീ എനിക്ക് എന്റെ മോള് തന്നെയല്ലേ. കുറച്ചു ദിവസമായിട്ട് മോളുടെ മാനസികാവസ്ഥ ഒന്നും ശരിയല്ലല്ലോ. അതുകൊണ്ട് മോളുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിനടുത്ത് പോയി വേണ്ട പൂജയൊക്കെ നടത്താൻ ഞാൻ അമൃത ഏൽപ്പിച്ചതാ. ആണോ? എന്നാ പ്രസാദം എനിക്ക് തന്നേക്ക്. എന്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തല്ലേ. അതെ, എന്നെ കുറിച്ച് അങ്ങനെ അധികം പേടിക്കൊന്നും വേണ്ടാട്ടോ. പ്രാർത്ഥിക്കാനും കാവലിരിക്കാനൊക്കെ എനിക്ക് അമ്മയുണ്ടല്ലോ.